ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ടൊന്നല്ലേ വന്നത്, ഒരു മോട്ടിവേഷൻ വീഡിയോ ആയിട്ടാണ്. 2-3 ദിവസം മുമ്പ് ഞാനൊരു പേളിമണിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. അപ്പോൾ അതിലൂടെ എന്താ വെച്ചാൽ ഒരു വിഷ്വലൈസേഷനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് കണ്ടതിന് ശേഷം എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹം, എനിക്കൊരു വീഡിയോ ചെയ്യണം. എന്താ വെച്ചാൽ ഭയങ്കര മോട്ടിവേഷൻ സ്പീക്കറോ ഒന്നുമല്ല, സാധാരണ ഒരു വീഡിയോയാണ് ഞാൻ. പക്ഷേ എൻ്റെ ഒരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെക്കാനാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻ്റ് ആക്കുക. പിന്നെ എല്ലാവരും എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. പിന്നെ ഇപ്പോൾ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഇടാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു ഹെൽത്ത് ഇഷ്യൂ കാരണമാണ്, കുറച്ച് റെസ്റ്റും കാര്യങ്ങളിലുള്ളത് കൊണ്ടാണ് ഇപ്പോൾ സ്റ്റിച്ചിങ് വീഡിയോ ഒന്നും ചെയ്യാത്തത്. അപ്പോൾ വെറുതെ ഇരുന്ന് ബോറടിച്ചാൽ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഒരു വീഡിയോ എങ്കിൽ ചെയ്യാമെന്ന്, അങ്ങനെ ഇറങ്ങിയതാണ് കേട്ടോ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ പറയുന്നത് വെച്ചാൽ എൻ്റെ സ്റ്റോറി തന്നെയാണ്. എനിക്കിപ്പോൾ വിഷ്വലൈസേഷന് അതുപോലെ മോട്ടിവേഷൻ അതൊക്കെ ഞാൻ ഇപ്പോഴാണ് കേൾക്കാൻ തുടങ്ങിയത് തന്നെ. പക്ഷേ കുറേ വർഷങ്ങൾക്ക് മുമ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ എന്നും സ്വപ്നം കാണുമായിരുന്നു. കുട്ടിക്കാലത്ത് ചെറുപ്പത്തിൽ എത്ര 12 വയസ്സ് 11 വയസ്സ് 12 വയസ്സ് ആ ഒരു പ്രായത്തിൽ ഞാൻ താമസിച്ചിരുന്നത് വെച്ചാൽ ഒരു ചെറിയ തറവാട്ടിൽ, വലിയ ഫാമിലി ആയിട്ടാണ്, 10-20 ആളടങ്ങുന്ന ഒരു ചെറിയ തറവാട്. അപ്പോൾ അവിടെ ഒരു റൂം, അതൊരു നമ്മൾ ജയിലിലെല്ലാം കഴിയില്ലേ, അതുപോലെയായിരുന്നു നമ്മുടെ ലൈഫ്. പക്ഷെ എന്നാലും രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഫ്രണ്ട്സിൻ്റെ ഇപ്പുറം റോഡിലേക്ക് പോകും, എന്നിട്ട് അങ്ങനെ കളിച്ച് ഇതായി തളർന്നു കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാൻ മാത്രം വീട്ടിൽ വരും, എന്നിട്ട് വീണ്ടും പോകും, എന്നിട്ട് വൈകുന്നേരം 6 മണിക്ക് വീട്ടിൽ കയറും. ആ ഒരു രീതി. പക്ഷേ ഇതൊന്നും പറയാനില്ലേ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ അന്നേരം ഞാൻ എന്നും സ്വപ്നം കാണുമായിരുന്നു. ഇങ്ങനെ കണ്ണടച്ച് പിടിച്ച് ഞാനിങ്ങനെ സ്വപ്നം കാണും, നല്ലൊരു വീട് വെക്കുന്നതായിട്ടും, നല്ല വണ്ടി ഡ്രൈവിങ് പഠിക്കുന്നതായിട്ടും, വണ്ടി ഓടിക്കുന്നതായിട്ടും എല്ലാം സ്വപ്നം കാണും. പക്ഷെ ചെറുപ്പത്തിൽ ഇപ്പോൾ കുട്ടികളുടെ മനസ്സല്ലേ, പല രീതിയിൽ നമുക്ക് വലിയ അത്യാഗ്രഹം ഉണ്ടാവുക. പക്ഷെ ആ രീതി അന്നേരം സ്വപ്നം കാണിച്ച് കുറച്ച് കോമഡിയാണ്. എങ്ങനെ നല്ല അടിപൊളി വണ്ടി, ഒരു ചുയിങ് എടുത്തിട്ട് വായിലേക്ക് ചവച്ച് ഒരു കൂളിംഗ് ഗ്ലാസ്സെല്ലാം വെച്ച് ആ വണ്ടി ഓടിച്ചിട്ട് ഈ തറവാട്ടിലുള്ള അവരെ മുമ്പിലോട്ട് ഓടിക്കുന്നതായിട്ട് എന്നും ഞാൻ സ്വപ്നം കാണും. പക്ഷെങ്കിൽ അന്നേരം ഞാൻ സ്വപ്നം കണ്ടതോ എന്നതല്ല, എന്നും ഞാൻ കാണുന്ന അതുപോലെ എൻ്റെ ഉമ്മയായിട്ട് ഞാൻ ഷെയർ ചെയ്യാറുണ്ടായിരുന്നു. പക്ഷെ അൽഹംദുലില്ലാ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഞാനൊരു ആ സ്വപ്നം കാണിച്ച വെറും ഒരു സ്വപ്നമല്ല, ഒരു ചിത്രത്തോട് കൂടിയിട്ട് ഞാനെന്നും ഇപ്പോൾ വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞ പോലെ അങ്ങനെ ഞാൻ വിഷ്വലായിട്ട് തന്നെ കാണുമായിരുന്നു. പക്ഷെങ്കിൽ അൽഹംദുലില്ലാ അതെൻ്റെ ജീവിതത്തിൽ ഇപ്പോൾ 19 വയസ്സ് കഴിഞ്ഞേരം കല്യാണം കഴിഞ്ഞ് ഇപ്പോൾ എനിക്ക് 30 സംതിങ് 30+ ഉണ്ട് കേട്ടോ. എത്ര ഏജ് കറക്റ്റ് പറയുന്നില്ല, 30+ ആണ്, 30+ ആയി കേട്ടോ. അപ്പോൾ എൻ്റെ സംസാരത്തിൽ പല തെറ്റുകൾ ഉണ്ടാവും, പക്ഷേ എൻ്റെ അനുഭവം ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നതേ ഉള്ളൂ. പക്ഷേ എങ്കിൽ ഇപ്പം അൽഹംദുലില്ലാ 24 വയസ്സായാലും തന്നെ ഡ്രൈവിംഗ് പഠിച്ചു. എൻ്റെ ഹസ്ബൻഡ് എല്ലാത്തിനും സപ്പോർട്ടുള്ള ഒരു ഹസ്ബൻഡിനാണ് കിട്ടിയത്. നല്ല അടിപൊളിയായിട്ട് എൻ്റെ ഒരു വീടും വെച്ചു, ഡ്രൈവിംഗ് പഠിച്ചു. ഇതുപോലെ തന്നെ ഈ ചുയിങ്ങോ കൂളിംഗ് ഗ്ലാസ്സും ഇല്ല, എന്നാലും ഡ്രൈവിംഗ് പഠിച്ചിട്ട് ഇപ്പം എല്ലായിടത്തും വണ്ടി എടുത്തിട്ട് എത്തുന്നതുകൊണ്ട് നല്ല നമ്മൾ മനസ്സിൽ ചിന്തിച്ച് അതന്നെ എൻ്റെ മുമ്പിൽ പ്രാവർത്തികമായി. നമ്മൾ ആ ഒരു ടൈമിൽ ദാരിദ്ര്യമുള്ള ആവശ്യാനുസരണം ഉണ്ടായിരുന്നു. പക്ഷെ ഇങ്ങനെയൊന്നും നടക്കുമെന്ന് ഞാൻ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. പക്ഷെങ്കിൽ എന്തോ ഒരു പോസിറ്റീവ് എനർജി അങ്ങനെ കണ്ട് എനിക്കിപ്പോൾ ഈ ഒരു വീഡിയോ എന്ന പേളിമണിയുടെ ആ വീഡിയോ കണ്ടതിന് ശേഷം എനിക്ക് തോന്നിയതാണ്, ഞാനിങ്ങനെ കാണാറുണ്ടായിട്ട് എനിക്കിപ്പോൾ എല്ലാം നടന്നല്ലോ, ഞാനൊന്ന് വിചാരിക്കും ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന്. അപ്പോൾ ഏതെങ്കിലും ഒരാൾക്കൊരു പ്രചോദനമായിട്ടുണ്ടെങ്കിൽ, അത് അവർക്കൊരു മോട്ടിവേറ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് എനിക്ക് കിട്ടുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വലിയ അംഗീകാരമാണ്. അപ്പോൾ എൻ്റെ ഒരു ചെറിയൊരു അനുഭവം നിങ്ങളുമായിട്ട് പങ്കുവെച്ചതേ ഉള്ളൂ. നിങ്ങൾക്ക് ബോറടിച്ചെങ്കിൽ ക്ഷമിക്കുക. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം. നിങ്ങൾക്കിത് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ആക്കി. ഇതിൽ എഡിറ്റിംഗ് ഒന്നുമില്ല, എൻ്റെ വായിൽ നിന്ന് പൊട്ടത്തരങ്ങളും എല്ലാ മിസ്റ്റേക്കും എല്ലാം ഉണ്ട്. ഡയറക്റ്റായിട്ട് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. ഞാൻ ഇത് അതേപടി തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവരും തന്നെ എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനി ഇതുപോലെയുള്ള എൻ്റെ കുഞ്ഞു സ്റ്റോറിയും അതുപോലെ അങ്ങനെ കുറച്ച് പൊട്ടത്തരങ്ങളായിട്ട് ഞാൻ വീണ്ടും വരും. അപ്പോൾ എനിക്ക് ഇതിലൂടെ നിങ്ങളോട് പറയാനുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നല്ലവണ്ണം സ്വപ്നം കാണുന്നതിന് പൈസ ചിലവും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ കുന്നോളം സ്വപ്നം കണ്ടാലേ കുന്നിക്കുരുവോളെങ്കിലും കിട്ടും. അപ്പോൾ എല്ലാവരും സ്വപ്നം കാണുക, അതുപോലെ എല്ലാവരുടെയും സ്വപ്നങ്ങൾ നടക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ബൈ.